ഇക്കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസിനെ നിർത്തി പൊരിച്ചിരുന്നു മോഹൻലാൽ. ഷാനവാസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ഓരോന്നായി മോഹൻലാൽ ശക്തമായി വിമർശിച്ചു. ഷാനവാസ് സ്ത്രീകളോട് ഉപയോഗിക്കുന്ന ഭാഷ തെറ്റാണ്. അതുമാത്രമല്ല, എല്ലാവരോടും എടി പൂടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണോ എന്ന് മോഹൻലാൽ ഷാനവാസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സഹമത്സരാർത്ഥികളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനും മോഹൻലാൽ സംസാരിച്ചു. ഇടയ്ക്ക് കയറി സംസാരിക്കാൻ ഷാനവാസ് ശ്രമിച്ചപ്പോൾ മോഹൻലാൽ ദേഷ്യത്തിൽ അത് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഷാനവാസിന്റെ അമിത ആത്മവിശ്വാസം ഒറ്റ എപ്പിസോഡിൽ മോഹൻലാൽ തകർത്ത് കളഞ്ഞു. തന്റെ ഗെയിം മികച്ചതാണെന്നും തനിക്ക് വലിയ ജനപ്രീതി ഉണ്ടെന്ന ധാരണ ഷാനവാസിനുണ്ടായിരുന്നു. മാത്രമല്ല, മോഹൻലാൽ ഇങ്ങനെ തന്നോട് സംസാരിക്കുന്നത് ഷാനവാസ് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുമില്ല. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. ഷാനവാസിനോട് ലാലേട്ടൻ എന്തോ പ്രത്യേക താല്പര്യമുണ്ട് എന്ന് ഷാനവാസിന്റെ തോന്നലുണ്ടായിരുന്നു. അവസാന ആണി അടിച്ച് ലാലേട്ടൻ അത് ഇല്ലാതാക്കി. എന്തൊരു അഹങ്കാരവും ഈഗോയുമാണ് ഷാനവാസിന്. ഇയാളെ സഹിക്കുന്നവർക്ക് അവാർഡ് കൊടുക്കാം. ഷാനവാസിന് എന്തൊരു ഈഗോയാണ്. ലാലേട്ടൻ പോലും ഒരു ബഹുമാനമില്ലാതെ ആര്യൻ, അക്ബർ, നെവിൻ ആണ് നല്ലത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഷാനവാസിനെ കണ്ടിട്ട് പാവം തോന്നുന്നു. ഇവരൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു? അദ്ദേഹം ഒരു കുറ്റബോധത്തിൽ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയേക്ക് വരാം. എന്നിട്ടും അഹങ്കാരം ഒട്ടും കുറയാതെ അങ്ങനെ ഇനിയും അയാൾക്ക് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോഴും അയാൾ രുദ്രൻ തന്നെയാണ്, ഒരു ക്യാരക്ടർ വിട്ടിട്ടില്ല എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത്. എന്തൊരു അഹങ്കാരമാണ് അയാൾക്ക്. ഹേറ്റേഴ്സിനെ ബഹുമാനിക്കേണ്ട, ആ പ്ലാറ്റ്ഫോമിനെ ബഹുമാനിക്കേണ്ട, ഇരുന്ന് തകർത്തണം പറയുന്നത് കണ്ടു. അക്ബർ ദ്രോഹിക്കുന്നു, ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അക്ബറിന്റെ ഫേസ് മാറി. അപ്പോൾ നെവിൻ അക്ബറിന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് കൈപിടിച്ച് അതിലൊരു നല്ല മൊമെന്റ് ഉണ്ടായിരുന്നു എന്നിങ്ങനെ കമന്റുകളുമുണ്ട്. ആദില, നൂറ, ഷാനവാസ് ഇവർക്കെതിരെ ഇമോഷണൽ ട്രാപ്പിലും പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ടായിരുന്നു. നേരത്തെ ജിസയിലും സമാന സാഹചര്യം നേരിട്ടിട്ടുണ്ടായിരുന്നു. ജിസേലിന്റെ ഗെയിമിനെ പോലും ഇത് ബാധിച്ചു. അനുമോൾ പക്ഷേ ഷാനവാസിനെ അധികം അടുക്കാറില്ല. ലക്ഷ്മി ഷാനവാസിനെ രൂക്ഷമായി വിമർശിക്കാറുമുണ്ട്. എടി പൂടി എന്നീ വിളികളെല്ലാം തന്നെ പലതവണ ലക്ഷ്മിയോട് പറഞ്ഞതാണ്. അനീഷും ഷാനവാസും അടുത്ത സുഹൃത്തുക്കളാണ് എന്ന് തോന്നും. ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ വലിയ അടുപ്പമില്ലെന്ന് പ്രേക്ഷകർ പറയുന്നു. ആര്യൻ, അക്ബർ എന്നിവർ ഷാനവാസ് വഴിയാണ് പരിചയപ്പെടുന്നതും. PR ടീമിന്റെ മേലിൽ മറ്റു മത്സരാർത്ഥികളും ഉന്നം വെച്ച് മോഹൻലാൽ എന്ന് സംസാരിച്ചു. അതേസമയം തനിക്ക് 16 ലക്ഷം രൂപയുടെ PR ഇല്ലെന്ന് അനുമോൾ മോഹൻലാലിനോട് പറഞ്ഞിട്ടുമുണ്ട്. 16 ലക്ഷം ഉണ്ടെങ്കിൽ താൻ എൻ്റെ വീടിൻ്റെ ലോൺ അടച്ച് തീർക്കുമായിരുന്നു ലാലേട്ട. ബിഗ് ബോസ് വരുന്നതിന് മുൻപേ PR ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ ടീം വന്നിരുന്നു. എല്ലാവർക്കും 16ഉം 15 ലക്ഷവും ഒക്കെയാണ് കണക്കുകൾ പറയുന്നത്. അക്കാര്യത്തിൽ താൻ പിന്നീട് പറഞ്ഞതാണെന്നാണ് അനുമോളും വ്യക്തമാക്കിയത്. പ്രേക്ഷകരെല്ലാവരും തന്നെ ഷാനവാസിനെ പുറത്താക്കണമെന്നും ഒരു കൂട്ടം ആളുകൾ ഷാനവാസിന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞും രംഗത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഷാനവാസിൻ്റെ കാര്യത്തിൽ എന്താണ് അഭിപ്രായമെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.